यीशु मसीह के नाम से आमीन आमीन आमीन। थैंक यू पास्टर जस्टिन एंड सिस्टर मेरिन, बहुत बहुत धन्यवाद। आत्मिक गीतों को गाते हुए परमेश्वर की सभा को वचनों को सुनने के लिए तैयार किया है। प्रभु आपको बहुत बहुत आशीर्वादित करे। आइए प्यारो, आप सभा के मुख्य भाग में हम आ पहुंचे हैं परमेश्वर का स्वर्गीय वाणी सुनने के लिए। आज हमारे बीच में वो पहाड़ी उपदेश को सिखाने के लिए जो सीरीज चालू है वो आगे ले जाने के लिए हमारे बीच में पास्टर रेंजी जॉर्ज और विल्सन रामचंद्र दोनों पास्टर से। आइए ताली बजाते हुए हम पर दोनों पास्टरों का स्वागत करेंगे। Praise the Lord. Praise the Lord. അനുഗ്രഹിക്കപ്പെട്ടൊരു സമയം കൂടെ ദൈവജനത്തോടുകൂടെ കർത്താവിന്റെ വചനത്തിന്റെ മുമ്പാകെ ഇരിക്കാൻ ലഭിച്ചതോർത്ത് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. परमेश्वर के वचन के सामने परमेश्वर के लोगों के साथ में इकट्ठा होने का एक और आशीषित मौका परमेश्वर ने दिया। मैं प्रभु को धन्यवाद देता हूँ। നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിൽ നിന്നും इन दिनों में हम पवित्र बाइबल के सबसे मुख्य हिस्सों में से एक को सीखते आ रहे हैं। സഹോദരങ്ങളെ, ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുണ്ടോ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ തെളിവാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. हम इस बात के सबूत को इन दिनों में सीख रहे हैं कि क्या वास्तव में एक व्यक्ति ने यीशु मसीह को जाना है, क्या उसने उसको वास्तव में अपनाया है। എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഗുണങ്ങൾ ഇല്ല എങ്കിൽ, ഈ വെർച്യൂസ് ഇല്ല എങ്കിൽ, സഹോദരങ്ങളെ, നമ്മൾ കർത്താവിനെ വീണ്ടും വീണ്ടും അറിഞ്ഞിട്ടില്ല. भाइयों, मेरी और आपकी जिंदगी में अगर ये गुण नहीं है जिनके बारे में हम सुन रहे हैं, सीख रहे हैं, तो इसका मतलब हमने मसीह को असल में अभी तक नहीं जाना है। ഞാനൊരു കാര്യം സഹോദരങ്ങളെ നിങ്ങളോട് ചോദിക്കട്ടെ. നമ്മുടെ ചുറ്റും രാഷ്ട്രീയക്കാരുണ്ട്, മറ്റ് മതത്തിന്റെ മേധാവികളൊക്കെ ജീവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. मैं आपसे पूछना चाहता हूं कि आप अपने आसपास दूसरे धार्मिक अगुवों को देखते होंगे, नेताओं को अपने आसपास रहते हुए देखते होंगे। അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ മറ്റു മതസ്ഥരായിട്ടുള്ളവരുണ്ടായിരിക്കാം, ദൈവവിശ്വാസികൾ അല്ലാത്തവരായിട്ടുള്ള കഴിവുള്ള മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. या फिर आपके दोस्तों में दूसरे धर्म को मानने वाले लोग होंगे, या फिर ऐसे लोग होंगे जिनमें क्षमताएं हैं, योग्यताएं हैं, पर वो किसी को मानते नहीं। നിങ്ങൾ ആരെങ്കിലും ഒരു കാര്യമൊന്ന് ചെയ്തു നോക്കിയേ. ഈ വിശുദ്ധ വേദപുസ്തകത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാ, ഇന്റർനെറ്റിൽ പോയി റിസർച്ച് ചെയ്തിട്ട് പോയിന്റുകൾ ഉണ്ടാക്കിയിട്ട് ഒരു പ്രസംഗം നടത്താമോ എന്ന് ചോദിച്ചാൽ നമ്മളിൽ പലരും പറയുന്ന പ്രസംഗത്തെക്കാൾ ഗംഭീരമായിട്ടുള്ള പ്രസംഗങ്ങൾ അവർക്ക് നടത്താൻ പറ്റും. अगर आप उनसे किसी से इस वचन के हिस्से को देकर कहें कि तुम इंटरनेट पे जाकर रिसर्च करो और इसके पॉइंट बनाकर, बिंदु बनाकर, बिंदुवार एक अच्छा प्रचार करो, तो हम में से ज्यादातर लोगों से कहीं अच्छा एक प्रचार वो कर सकते हैं। ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അങ്ങനെ ഒരു വ്യക്തി നിന്ന് പ്രസംഗിക്കുന്ന കണ്ടാൽ ആ വ്യക്തിയുടെ മുമ്പിൽ ഇരുന്ന് ആ വ്യക്തിയുടെ പ്രസംഗം കേൾക്കുവാൻ നിങ്ങളിൽ എത്ര പേര് താല്പര്യപ്പെടും? ऐसा एक व्यक्ति अगर प्रचार कर रहा है आपके सामने, तो आप में से कितने लोग ऐसे एक व्यक्ति से उस प्रचार को सुनना चाहेंगे? നിങ്ങൾ പറയും നിങ്ങൾക്കത് കേൾക്കാൻ സമയമില്ല, ആ വ്യക്തി പറയുന്ന കാര്യങ്ങളൊക്കെയും ശരിയാണ്, സത്യമാണ്, ബൈബിളിൽ നിന്നാണ്, മുമ്പിൽ ഒരു ബൈബിൾ ഇരിപ്പുണ്ട്, പക്ഷെ നിങ്ങൾക്കത് കേൾക്കുവാൻ മനസ്സില്ല. കാരണം എന്താണെന്ന് അറിയാമോ? आप कहेंगे कि उसे सुनने का मेरा मन नहीं है, वो बाइबल में से प्रचार कर रहा है, बाइबल उसके सामने है, पर फिर भी आप सुनने के लिए तैयार नहीं होंगे। उसका कारण क्या है? കാരണം ആ വ്യക്തി യേശുവിനെ അറിയാതെയാണ് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്. क्योंकि वो व्यक्ति यीशु को जाने बिना यीशु के बारे में प्रचार कर रहा है। ആ വ്യക്തിക്ക് കർത്താവിനെ കുറിച്ച് ഒന്നും അറിയില്ല, രക്ഷയിലേക്ക് വന്നിട്ടില്ല. ആ വ്യക്തി ഒരു ദൈവ പൈതൽ, ഒരു ക്രിസ്ത്യാനി അല്ല, പിന്നെയോ പ്രസംഗിക്കേണ്ടതിനു വേണ്ടി പഠിച്ച് പ്രസംഗിച്ച ഒരു വ്യക്തി മാത്രമാണ്. वो व्यक्ति प्रभु को नहीं जानता है, उसने उद्धार नहीं पाया है, वो मसीह में नहीं आया, मसीह को नहीं जानता है, वो सिर्फ प्रचार करने के लिए इसे सीख कर प्रचार कर रहा है। ഞാനൊരു കാര്യം ചോദിക്കട്ടെ സ്നേഹിതരെ, സഹോദരങ്ങളെ. ഇന്ന് പലരും പ്രസംഗിക്കുന്നത് അങ്ങനെ തന്നെയാ. പ്രസംഗിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നു, പാടാൻ വേണ്ടി പാടുന്നു, പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥത്തിൽ അവരിൽ പലരുടെയും ജീവിതത്തിൽ അവർ കർത്താവിനെ അറിഞ്ഞിട്ടില്ല.
आज बहुत से लोग बिल्कुल ऐसा ही कर रहे हैं। वो प्रचार के लिए प्रचार कर रहे हैं, गाने के लिए गा रहे हैं, प्रार्थना करने के लिए प्रार्थना कर रहे हैं, पर असल में उन्होंने मसीह को नहीं जाना है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ നമ്മെ സ്വർഗം വിളിക്കുന്നത് കപടഭക്തിക്കാരെന്നാണ്. मुझे सुनने वाले भाइयों, हमारी जिंदगी में ऐसा नहीं होना चाहिए। अगर ऐसा हमारी जिंदगी में होता है तो परमेश्वर हमें फिर कपटी कहेगा। ദൈവവചനം ശുശ്രൂഷിക്കുന്ന ദാസീദാസന്മാരെ, നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവവചനം എടുക്കുമ്പോൾ തന്നെ ചിന്തിക്കുക, ഇത് എടുക്കുവാനുള്ള യോഗ്യത എന്റെ ജീവിതത്തിലുണ്ടോ, ഇതിന് ഞാൻ ഭയപ്പെടുന്നുണ്ടോ, എന്റെ ജീവിതത്തിൽ അനുസരിക്കുന്നുണ്ടോ എന്ന്. परमेश्वर के वचन में से प्रचार करने वाले परमेश्वर के दासों और दासियों से मैं कहना चाहता हूं कि इस वचन को उठाने से पहले आपको ये सोचना है कि क्या मैं इस वचन को मानता हूं, क्या मैं इस वचन से भय खाता हूं, क्या मैं इस पर चलता हूं। കർത്താവ് പറഞ്ഞിരിക്കുന്ന ജീവൻ എന്റെയും നിങ്ങളുടെയും ഉള്ളിലില്ല എങ്കിൽ നാം സംസാരിക്കുമ്പോൾ ആ വചനം കേൾക്കുന്നവരുടെ ഉള്ളിലേക്ക് ആ ജീവൻ കടന്നു ചെല്ലത്തില്ല. प्रभु जैसी जिंदगी की बात कर रहा, अगर वो हमारे जीवन में नहीं है तो हम जो वचन सुना रहे हैं वो सुनने वाले के जीवन में, उनके मनों में उस तरह से काम नहीं करेगा। അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന ദൈവവചനം അധികം ശ്രദ്ധയോടെ നാം കേൾക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും ഏറ്റെടുക്കുവാനും നാം തയ്യാറാകണം. और इसलिए इन दिनों में हम जो वचन सुन रहे हैं वो न सिर्फ हम उन्हें सुने, बल्कि उन्हें अपनी जिंदगी में स्वीकार करने वाले, उन पर चलने वाले बनने पाए। കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ബി ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ 9 വെർച്യൂസ്, 9 ഗുണങ്ങൾ, ദൈവ പൈതൽ ഉണ്ടാകേണ്ട 9 ഗുണങ്ങളെ കുറിച്ചാണ് കേട്ടുകൊണ്ടിരുന്നത്. पिछले दिनों में हम 9 धन्य वचनों के बारे में सुनते आ रहे हैं, या 9 गुण जो परमेश्वर के एक वचन, परमेश्वर की एक संतान में, उसके एक बच्चे में होने चाहिए। ഈ 9 ഗുണങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഉണ്ട് എങ്കിൽ നാം ഇനി വായിക്കുവാൻ വരുന്ന ആ ഭാഗത്തിലേക്ക് നാം എത്തിച്ചേരും. ये 9 गुण अगर एक व्यक्ति में है तो अब हम जो पढ़ने जा रहे हैं उस हिस्से तक, उस जगह तक हम पहुंच जाएंगे। മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. आज हम मत्ती का सुसमाचार 5वां अध्याय उसके 13वें वचन में से मनन करना चाहते हैं। അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്തും? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളാവുന്നതല്ല. वहां लिखा है मत्ती 5 के 13 में, तुम पृथ्वी के नमक हो, परंतु यदि नमक का स्वाद बिगड़ जाए तो वह फिर किस वस्तु से नमकीन किया जाएगा? फिर वह किसी काम का नहीं, केवल इसके कि बाहर फेंका जाए और मनुष्यों के पैरों तले रौंदा जाए। നാം ഇപ്പോൾ കേട്ട ഈ 9 ഗുണങ്ങൾ അല്ലെങ്കിൽ 9 വെർച്യൂസ് നമ്മൾ കേട്ടല്ലോ, അത് നമ്മളെ എത്തിക്കുന്നത് ഭൂമിയുടെ ഉപ്പാകുന്ന അനുഭവത്തിലേക്കാണ്. हमने 9 गुणों को सुना। वो 9 गुण अगर हमारी जिंदगी में है तो वो 9 गुण हमें इस धरती के का नमक बनाते हैं। ഇവിടെ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുമ്പോൾ ഈ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും കാണുന്ന ജോഗ്രാഫിക്കൽ അർത്ഥമല്ല, അല്ലെങ്കിൽ ഈ മലയും കുന്നും താഴ്വരയും സമുദ്രവും നദികളും അതല്ല. ഭൂമിയിലെ മനുഷ്യരെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. यहाँ पर जब लिखा है कि तुम पृथ्वी के नमक हो, तो पृथ्वी से यहाँ का मतलब ये नहीं है कि जो भूगोल है इस धरती का, कि पहाड़ है या घाटियां है या समंदर है या जो किनारा है, वो नहीं है, बल्कि मनुष्यों के बारे में यहाँ लिखा गया है। അപ്പോൾ ഭൂമിയിലെ മനുഷ്യരുടെ ഉപ്പാണ്, ഭൂമിയിലെ മനുഷ്യരെ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ കഴിയുന്ന ഉപ്പായിട്ട് നമ്മൾ മാറണം, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആയിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. यानी प्रभु ये कह रहा है कि हम इस धरती के मनुष्यों के लिए नमक है, या फिर हमें इस धरती के मनुष्यों के लिए नमक बनना है। അപ്പോൾ ഈ ഗുണങ്ങൾ ആ ഉപ്പിന്റെ അനുഭവത്തിലേക്ക്, ഉപ്പിന്റെ രസത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നില്ല എങ്കിൽ വചനം പറയുന്നു, വി ആർ ഗുഡ് ഫോർ നത്തിങ്. अगर हम इस धरती पर मनुष्यों के लिए उस नमक के स्वाद के अनुसार नहीं बन रहे हैं, तो इसका मतलब वचन ये बता रहा है हम किसी काम के नहीं है, बेकार हैं। ഇപ്പോൾ നമ്മളോട് ആരെങ്കിലും പറയുക യു ആർ ഗുഡ് ഫോർ നത്തിങ്, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒന്നിനും പ്രയോജനമില്ലെന്ന് പറഞ്ഞാൽ അതൊരു അപ്രീസിയേഷൻ അല്ല, പിന്നെ ഒരു ഇൻസൾട്ട് ആയിട്ടാണ് മാറുന്നത്. अगर कोई आपसे कहता है कि तुम किसी काम के नहीं हो, तो वो आपकी सराहना तो नहीं है किसी भी अर्थ में, वो आपकी बेइज्जती है। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്ന എന്നെ നോക്കി കർത്താവ് പറയുകയാണ് യു ആർ ഗുഡ് ഫോർ നത്തിങ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു അപ്രീസിയേഷൻ അല്ല, അതെന്റെ ലൈഫിന്റെ മേലുള്ള ഒരു ഇൻസൾട്ട് ആണ്. प्रभु की सेवा करने वाले परमेश्वर के दासों और दासियों, हमसे अगर प्रभु ये कहता है कि तुम किसी काम के नहीं हो, तो वो हमारी सराहना नहीं है,
तो हमारी बेइज्जती है। ദൈവ സഹോദരിമാരെ നിങ്ങളെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ് യു ആർ ഗുഡ് ഫോർ നത്തിങ് എന്ന് പറഞ്ഞാൽ അതൊരു കമൻഡേഷൻ അല്ല കർത്താവിൽ നിന്ന് വരുന്നത്, അതൊരു വാണിങ്ങും ഇൻസൾട്ടും കൂടെയാണ്. परमेश्वर के जनों, अगर प्रभु आप में से किसी को देखकर ये कहता है कि तुम किसी काम के नहीं हो, तो वो एक सराहना या प्रशंसा नहीं है, बल्कि वो एक चेतावनी है और वो एक बेइज्जती है। അപ്പോൾ നമ്മൾ മനസ്സിലാക്കണമേ, കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കേട്ട ദൈവവചനം നമ്മുടെ ജീവന്റെ ഭാഗമായി തീർന്നില്ല എങ്കിൽ, ജീവിതത്തിന്റെ ഭാഗമായി തീർന്നില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും ഭൂമിയുടെ ഉപ്പാകുവാൻ കഴിയുകയില്ല. तो हमें इस बात को समझना जरूरी है कि पिछले दिनों में हमने जिन गुणों के बारे में सीखा है, सुना है, अगर वो हमारी जिंदगी का हिस्सा नहीं बनते हैं, हमारी जिंदगी में नहीं आते हैं, तो हम इस धरती के नमक नहीं बन सकते। ഉപ്പ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയിലല്ല വിഷയം, ക്വാളിറ്റിയിലാണ് വിഷയം. नमक वो कितना है, मात्रा उसकी महत्वपूर्ण नहीं है, पर उसका गुण, उसकी गुणवत्ता महत्वपूर्ण है। 1 കിലോ ഉപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും അതിന് ഉപ്പ് രസമില്ലെങ്കിൽ അത് വെറും വെളുത്ത മാവ് മാത്രമാണ്, ഫ്ലോർ മാത്രമാണ്. हमारे पास चाहे 1 किलो नमक हो, अगर नमकीन नहीं है, नमक का स्वाद अगर उसके अंदर नहीं, तो वो सिर्फ एक सफेद आटे जैसा है। അപ്പൊ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരു ചെറിയ ഇത്രയും ഉപ്പ് മതി, ചില ഗ്രാംസ് ഉപ്പ് മതി ഒരു വലിയ ക്വാണ്ടിറ്റി ഫുഡിനെ മുഴുവനും രുചികരമാക്കി തീർക്കുവാൻ. थोड़ा सा नमक या कुछ ग्राम नमक काफी है एक बहुत बड़ी मात्रा में भोजन सामग्री को स्वादिष्ट बनाने के लिए। ദൈവത്തിന്റെ സഭയിൽ 15,000 പേര് കൂടുകയാണ്, ഒന്നിനും ഉപ്പില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് സ്വർഗത്തിനൊരു പ്രയോജനവുമില്ല, ദേശത്തിനൊരു പ്രയോജനവുമില്ല. अगर कलीसिया में 10,000 लोग हैं, पर एक में भी अगर नमक नहीं है, तो ना तो परमेश्वर को उनसे कोई फायदा, ना उस जगह को उनसे कोई फायदा है। കർത്താവിന് 12 ശിഷ്യന്മാര് മാത്രമേ ഉള്ളായിരുന്നു, അതിൽ ഒരാള് യൂദയാണ്, ആ സ്ഥാനത്ത് മറ്റൊരാളെ എടുത്തു. അതെ, 12 ശിഷ്യന്മാര് മാത്രമേ ഉള്ളൂ. ആ 12 ശിഷ്യന്മാരെ കൊണ്ട് പാലസ്തീൻ മാത്രമല്ല ലോകം മുഴുവനും കർത്താവിനെ നേടുവാനായിട്ട് കഴിഞ്ഞു. प्रभु के सिर्फ 12 चेले थे, उनमें से एक यहूदा इस्करियोती था, उसकी जगह दूसरे को चुना गया। तो प्रभु के सिर्फ 12 चेले, उन 12 के द्वारा प्रभु ने न सिर्फ फलस्तीन में बल्कि पूरी दुनिया भर पर उसने अपना असर छोड़ा। അവര് ഭൂമിയുടെ ഉപ്പായി മാറി. वो लोग धरती के नमक बन गए। അവരെവിടെയൊക്കെ കടന്നുപോയോ അവരുടെ ഉപ്പ് രസം ആ കടന്നുപോയിടത്തൊക്കെയും വ്യാപിക്കുവാൻ ഇടയായി തീർന്നു. जहां जहां वो गए, नमक के रूप में उन्होंने अपना स्वाद, उसका असर वहां छोड़ा। കഴിഞ്ഞ ദിവസങ്ങളിൽ അവരെങ്ങനെയാണ് മരിച്ചതെന്ന് കഴിഞ്ഞ ആഴ്ച നമുക്കൊന്ന് കേൾക്കുവാനായിട്ട് കഴിഞ്ഞു. ഓരോരുത്തരുടെയും അവസാനം എങ്ങനെയായിരുന്നുവെന്ന്. पिछले हफ्तों में हमने इस बात को सुना कि उनमें से एक एक का अंत कैसे हुआ था। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അവരാരും വേസ്റ്റ് ആയിരുന്നില്ല. ഇവിടെ കർത്താവ് പറഞ്ഞു, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്തും, അത് പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർക്ക് അവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും കൊള്ളാവുന്നതല്ല എന്ന് പറഞ്ഞതുപോലെ അവരുടെ ഉപ്പ് രസം ഇല്ലായ്മയിലല്ല, അവര് കാരമുള്ളവരായിട്ട് തന്നെയാണ്, ഉപ്പുള്ളവരായിട്ട് തന്നെയാണ് അവരുടെ ജീവിതകാലം ജീവിച്ചതും അവസാനിപ്പിച്ചത്. भाई, उनमें से कोई भी बेकार नहीं था। जैसे यहाँ लिखा है, यदि नमक का स्वाद बिगड़ जाए तो वह फिर किस वस्तु से नमकीन किया जाएगा, फिर वह किसी काम का नहीं, केवल इसके कि बाहर फेंका जाए और मनुष्यों के पैरों तले रौंदा जाए। वो इस तरह से नहीं थे, पर उनकी जिंदगी में वो नमक बने। नमक का स्वाद उनकी जिंदगी में भी था, उनकी मौत में भी वो स्वाद था। So it is not talking about the quantity, or it is not talking about the number of people. It is talking about the quality of everyone. तो यहाँ मात्रा या लोगों की संख्या की बात नहीं हो रही है, यहाँ पर हर एक व्यक्ति की गुणवत्ता की बात हो रही है। ഓ, ക്രിസ്തീയ ജീവിതത്തിൽ, ക്രിസ്ത്യാനികളുടെ മധ്യത്തിൽ, ദൈവസഭയുടെ മധ്യത്തിൽ ആളുകളുടെ എണ്ണത്തിനല്ല സഹോദര സഹോദരി നീ പ്രാധാന്യം കൊടുക്കുന്നത്, നിന്റെ അടുക്കൽ വന്ന വ്യക്തികളുടെ ക്വാളിറ്റി എങ്ങനെയാണ് അതിനാ പ്രാധാന്യം കൊടുക്കേണ്ടത്. मसीही जीवन में भाइयों और बहनों, कलीसिया के अंदर आपको लोगों की गिनती या संख्या पर महत्व नहीं देना है, आपको इस बात पर ध्यान देना है कि जो आपके पास में आता है उनकी गुणवत्ता, उनकी क्वालिटी क्या है। അനുസരണയില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, ഭിന്നത വരുത്തുന്ന, സ്വാർത്ഥരായ അത്യാഗ്രഹികളായ 500 പേരെ കൂട്ടുന്നതിനേക്കാൾ എത്ര നല്ലതാണ് കർത്താവിന് വേണ്ടി എരിയുന്ന, തീഷ്ണതയോടെ നിൽക്കുന്ന, കർത്താവിന് വേണ്ടി മരിക്കുവാൻ തയ്യാറാകുന്ന, ഉപ്പ് രസമുള്ള വെറും 50 പേരെ ഒരു സഭയ്ക്കകത്ത് കാണുന്നത്. फूट डालने वाले, लालची, दूसरों के बीच के लिए परेशानी खड़ी करने वाले, सिरदर्द खड़े करने वाले,
500 लोगों को इकट्ठा करने से अच्छा है ऐसे थोड़े से मुट्ठी भर 10 लोगों को आप इकट्ठा करें जो प्रभु के लिए नमक बन सकते हैं। അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. 1 കിലോ ഉപ്പിനകത്ത് ഉപ്പെന്ന് പറഞ്ഞ് ബാഗിൽ പിടിച്ചിരിക്കുന്ന 1 കിലോ പൗഡറിനകത്ത് ഉപ്പ് രസമില്ലെങ്കിൽ ആ 1 കിലോ ഒരു കറിക്കകത്ത് ഇടുന്നതിനേക്കാൾ എത്ര നല്ലതാണ് നല്ല ഉപ്പ്, നല്ല രസമുള്ള 1 സ്പൂൺ ഉപ്പ് കറിക്കകത്ത് ഇടുന്നത്. जैसे थोड़ी देर पहले मैंने बताया कि अगर हमारे पास 1 किलो नमक है पर वो नमकीन अगर नहीं है तो उस सफेद बुरादे को पूरे के पूरे 1 किलो को उस भोजन में डालने की बजाय, सब्जी में डालने की बजाय कितना अच्छा है कि आप थोड़ा सा एक नमक जो नमकीन हो उसको सब्जी में डालें। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, രാഷ്ട്രീയക്കാർ എണ്ണം നോക്കുന്നുണ്ട്, മതമേധാവികൾ എണ്ണം നോക്കുന്നുണ്ട്, പക്ഷെ കർത്താവ് എണ്ണമല്ല നോക്കുന്നത്, കടന്നു വന്നവരുടെ ഗുണമാണ് നോക്കുന്നത്. नेता संख्या को देखते हैं, धर्मों के गुरु संख्या को देखते हैं, पर परमेश्वर संख्या या गिनती को नहीं देखता, परमेश्वर आने वालों की गुणवत्ता को देखता है। വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ സർദീസ് സഭയോടുള്ള ദൂതിനകത്ത് പറയുന്നു, ഉടുപ്പ് മലിനമാകാത്ത കുറച്ചു പേർ നിന്റെ മധ്യത്തിൽ നിനക്കുണ്ട് എന്ന്. प्रकाशित वाक्य 3:4 में सरदीस की कलीसिया के बारे में लिखा है कि तेरे यहाँ कुछ ऐसे लोग हैं जिन्होंने अपने अपने वस्त्र अशुद्ध नहीं किए हैं। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒരു സഭയുടെ ബലം എന്ന് പറയുന്നത്, ഒരു സഭയുടെ ശക്തി എന്ന് പറയുന്നത് ആളുകളുടെ എണ്ണത്തിലല്ല, അതിനകത്ത് എത്ര പേരുണ്ട് ഉപ്പ് രസമുള്ള കർത്താവിന്റെ ശിഷ്യരായി ജീവിക്കുന്നവർ. मेरे भाई और बहनों, एक कलीसिया की ताकत या उसका बल लोगों की गिनती या संख्या में नहीं, पर इस बात में है कि वो प्रभु के लिए उपयोगी या फिर नमक कितने लोग हैं। എന്നെ കേൾക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ, ദാസിമാരെ, നിങ്ങളോടുള്ള കർത്താവിന്റെ ദൂത് ഇതാണ്: കടന്നു വന്ന ജനത്തെ ഉപ്പുരസമുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് നിങ്ങളുടെയും എന്റെയും ദൗത്യം. प्रभु के दासों और दासों, आपके लिए संदेश ये है, आपका और मेरा काम ये है कि जो लोग आते हैं हमारे पास, हमारी कलीसिया में, हम उनको नमकीन बनाएं, नमक का स्वाद उनकी जिंदगी में लाएं। അവരിൽ ഉപ്പുരസമില്ല എങ്കിൽ അവർ വന്നതുകൊണ്ട് പ്രയോജനമില്ല, അവരുടെ ജീവിതം കൊണ്ട് പ്രയോജനമില്ല, അവരായിരിക്കുന്ന ദേശങ്ങൾക്ക് പ്രയോജനമില്ല, കുടുംബങ്ങൾക്ക് പ്രയോജനമില്ല. अगर उनमें नमकीनी नहीं है, नमक का स्वाद नहीं है, तो ना उनको कोई फायदा, ना उनके परिवार को कोई फायदा, ना उनकी कलीसिया को, ना उनके गांव या शहर को कोई फायदा है। ദൈവസഭയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, ഈ നൂറ്റാണ്ടുകളിലെല്ലാം ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, ദൈവസഭയെ നിലനിർത്തിയിരുന്നത്, ഈ സത്യത്തിൽ ദൈവജനത്തെ മുന്നോട്ട് നയിച്ചത് ഓരോ തലമുറകളിലും അവിടെയും ഇവിടെയുമായി ചില സ്ഥലങ്ങളിൽ ഉപ്പുരസമുള്ള ചില വ്യക്തികൾ, വിരലിൽ എണ്ണാവുന്ന ചില വ്യക്തികൾ അവിടങ്ങളിലും ഇവിടങ്ങളിലും ഈ സത്യത്തിന് വേണ്ടി നിന്നിരുന്നു. അതാണ് इस सदियों से परमेश्वर की कलीसिया के इतिहास पर अगर आप एक नजर डालें तो हर समय कहीं ना कहीं गिने चुने ऐसे लोग थे जो प्रभु के लिए नमक बने, इसीलिए वो कलीसिया आगे बढ़ती चली गई। ദൈവസഭയുടെ ചരിത്രത്തിൽ നിന്ന് അങ്ങനെയുള്ള 10 പേരെ മാറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള 10 പേര് ജീവിച്ചിരുന്നില്ലായിരുന്നു എങ്കിൽ ഒരു വലിയ ഹോള് ആ ചരിത്രത്തിനകത്ത് ഉണ്ടാകുമായിരുന്നു. परमेश्वर की कलीसिया से ऐसे 10 लोगों को अगर हटा दिया जाए, या फिर ऐसे 10 लोग अगर कलीसिया में नहीं होते, तो उस कलीसिया में एक बहुत बड़ा छेद हो जाता। 20 മില്യൺ സാധാരണ വിശ്വാസികളെയും, കോംപ്രമൈസ് ആയിരിക്കുന്ന വിശ്വാസികളെയും ചരിത്രത്തിൽ നിന്ന് മാറ്റിയാലും ദൈവസഭയുടെ ചരിത്രത്തിന് ഒരു കുഴപ്പവുമില്ല. ऐसे साधारण विश्वासी या फिर समझौता करने वाले अरबों विश्वासियों को अगर कलीसिया से हटा दिया जाए तो भी कलीसिया पर कोई असर नहीं पड़ने वाला। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇതാണ് പ്രാധാന്യം. നമ്മുടെ ക്വാളിറ്റി, അവർ ക്വാളിറ്റി ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ദ ക്വാണ്ടിറ്റി വിച്ച് വി സേ അബൌട്ട്. मेरे भाई और बहनों, जिस संख्या या मात्रा की हम बात करते हैं उससे कहीं बढ़कर क्वालिटी, हमारी गुणवत्ता ज्यादा महत्वपूर्ण है। ദൈവരാജ്യത്തെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ മുന്നോട്ടുള്ള നാളുകളിൽ നമ്മളത് പഠിക്കാൻ പോവുകയാണ്. 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, only a few shall find it. ചുരുക്കം പേരാണ് ജീവന്റെ വഴി കണ്ടെത്തുക എന്നുള്ളത്. आने वाले दिनों में हम जिस वचन को सीखने वाले हैं, मत्ती 7:14 में लिखा है कि बहुत थोड़े हैं जो उसको पाते हैं, बहुत कम ही लोग उसको पा सकेंगे। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, വളരെ വ്യക്തമായും വളരെ വളരെ ഹൃദയം തുറന്നും ഇന്നത്തെ രാത്രി ഈ വചനം കേൾക്കണം. मेरे भाई और बहनों, दिल को खोलकर बड़े ध्यान से आज इस वचन को सुनिएगा। Do you want to know the greatest testimony of your witness for Christ? ക്രിസ്തുവിന് വേണ്ടിയുള്ള നിങ്ങളുടെ ശ്രേഷ്ഠമേറിയ സാക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ?
क्या आप ये जानते हैं कि मसीह के लिए आपकी सबसे कीमती गवाही क्या है? 100 പേരുടെ അടുത്ത് അല്ലെങ്കിൽ 4 പേരുടെ അടുത്ത് പോയി യേശു കർത്താവിനെ കുറിച്ച് വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ പോയി പറയുന്നതല്ല സാക്ഷ്യം. 2 या 4 लोगों के पास में यीशु ने जो बड़े बड़े काम किए उसके बारे में हम जाकर जो बताते हैं वो नहीं है गवाही। എന്നാൽ എന്റെയോ നിങ്ങളുടെയോ ജീവിതം കണ്ടിട്ട്, നമ്മുടെ താഴ്മ കണ്ടിട്ട്, ദൈവസന്നിധിയിൽ നാം കർത്താവിന് വേണ്ടി എരിയുന്ന ശോഭ കണ്ടിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി നിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് ഈ യേശുവിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അതാണ് ആദ്യത്തേതിനേക്കാൾ ഏറ്റവും വലിയ സാക്ഷ്യം. पर मेरी या आपकी जिंदगी को देखकर, नम्रता को देखकर, प्रभु के प्रति उत्साह और जोश को देखकर अगर कोई व्यक्ति इधर आकर प्रभु के बारे में मुझसे और आपसे पूछता है तो वो पहली वाली गवाही से भी ज्यादा बड़ी गवाही है। ആരുടെയും അടുത്തുപോയി സുവിശേഷം പറയരുതെന്നല്ല ഞാൻ പറഞ്ഞത്. ജീവിതമില്ലാത്ത ഒരു വ്യക്തി 10,000 പേരോട് പ്രസംഗിക്കുന്നതിനേക്കാൾ എത്ര അനുഗ്രഹമാണ് ഒരു 4 വ്യക്തി ഈ നല്ല മനുഷ്യന്റെ ജീവിതം കണ്ട് ആ വ്യക്തിയുടെ അടുക്കലേക്ക് കടന്നു വന്ന് യേശുവിനെ അന്വേഷിക്കുന്നത്. मैं ये नहीं कह रहा कि आपको किसी को सुसमाचार नहीं सुनाना है। वो व्यक्ति जिसकी जिंदगी मसीह के अनुरूप नहीं है, वो अगर 10,000 लोगों को सुसमाचार सुनाता, उससे कहीं कितना ज्यादा अच्छा है कि एक अच्छे व्यक्ति के पास में आकर 4 लोग मसीह के बारे में जाने और सुने। ഈ ലോകം അന്ധകാരത്തിന്റെ നടുവിലാണ്. സ്വസ്ഥതയില്ലാത്ത, സമാധാനമില്ലാത്ത, ജീവിത നഷ്ടങ്ങളുള്ള, ഡിസ്കറേജ്ഡ് ആയിരിക്കുന്ന ഒരു വലിയ സമൂഹത്തിന്റെ മധ്യത്തിലാണ് നിങ്ങളും ഞാനും അവിടെവിടങ്ങളിലായി ജീവിക്കുന്നത്. ये दुनिया अंधेरे से भरी है, यहाँ पर शांति नहीं है, चैन नहीं है, लोग निराशाओं में डूबे हुए। मैं और आप जहां कहीं रह रहे हैं, हमारे आसपास और हम में से बहुत से लोग इन्हीं निराशाओं में डूबे हुए लोग हैं। അതിന്റെ മധ്യത്തിലാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഈ ഭൂമിയുടെ ഈ ലോകത്തിന്റെ ഉപ്പാകുന്നുവെന്ന്. और उसी के बीच में प्रभु ये कह रहा है कि तुम इस पृथ्वी के नमक हो। സ്വസ്ഥതയില്ലാത്ത, സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത, നിരുത്സാഹപ്പെട്ട് ഡിസ്കറേജ്ഡ് ആൻഡ് ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ മധ്യത്തിൽ ദൈവം എന്നെ ആക്കിയിരിക്കുന്നുവെങ്കിൽ, ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ഉപ്പ് രസം ആ കമ്മ്യൂണിറ്റിയിലേക്ക്, ആ സൊസൈറ്റിയിലേക്ക് വ്യാപരിച്ച് അവിടെ ഒരു ജീവൻ, ഒരു പ്രതിഫലനം ഉണ്ടാക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. परमेश्वर ने अगर मुझे और आपको एक ऐसे समाज के बीच में रखा है जो अंधेरे से भरा है, निराशा की गर्त में फंसा हुआ है, जिनके अंदर कोई शांति, कोई चैन नहीं है, तो परमेश्वर मुझसे और आपसे ये चाहता है कि हम वहां नमक के रूप में उनकी जिंदगी में एक शांति को लेकर आए, उनकी जिंदगी में एक चैन को लेकर आए, एक स्वाद को उनकी जिंदगी में लेकर आए। വളരെ ശ്രദ്ധയോടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സഹോദരങ്ങളെ നിങ്ങൾ കേൾക്കണമേ, നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കണമേ. भाइयों, जो बातें मैं बता रहा हूं उसे ध्यान से सुनिएगा, उसे अपने दिल में स्वीकार करिएगा। സക്കായിയുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വന്നപ്പോൾ, യേശു കടന്നു വന്നതേ ഉള്ളൂ, അവന്റെ ജീവിതത്തെ സ്പർശിച്ചതേ ഉള്ളൂ, അവന്റെ ഉള്ളിൽ ഒരു മാനസാന്തരം ഉണ്ടായി. അവൻ യേശുവിനോട് പറഞ്ഞത് എന്താണെന്ന് നമ്മൾ വചനത്തിൽ കേൾക്കുന്നുണ്ട്. जक्कई के पास में जब यीशु आया, वो सिर्फ यीशु के पास में आया ही था, यीशु से मिला ही था, लेकिन वचन हमें बताता है कि उस समय उसके अंदर एक बदलाव आता है और वो यीशु से क्या कहता है। ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, യേശുവിനെ കാണുവാനുള്ള ആഗ്രഹം സക്കായിക്കാണ് ഉണ്ടായത്. സക്കായിയുടെ പിന്നാലെ യേശു അല്ല പോയത്, യേശുവിന്റെ അടുക്കിലേക്ക് സക്കായി കടന്നു വന്നു. കാരണം യേശു മുഴുവനും ഉപ്പ് രസമുള്ളവനായിരുന്നു. लूका 19वें अध्याय में हम देखते हैं कि जक्कई यीशु को देखना चाहता था। यीशु जक्कई के पीछे नहीं गया था, पर जक्कई यीशु को देखने के लिए उसके पास आया था। क्यों? क्योंकि यीशु का जो जीवन था वो इस नमक के स्वाद से भरा हुआ था। യേശു ചില മിനിറ്റുകൾ സക്കായിയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സക്കായി പറഞ്ഞത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, ഞാൻ ആരുടെയെങ്കിലും വാങ്ങിച്ചെടുത്ത് പിടിച്ചു പറിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് മടക്കി കൊടുക്കാം. ആരുടെയെങ്കിലും ദൈവഹിതമല്ലാത്തവണ്ണം അധർമ്മമായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി ഞാൻ മടക്കി കൊടുത്തുകൊള്ളാം. ഇതാണ് മാനസാന്തരം, ഇതാണ് യഥാർത്ഥ സുവിശേഷത്തിന്റെ പ്രവൃത്തി. कुछ मिनट यीशु ने जब जक्कई से बात की तो उसके बाद में जक्कई क्या कहता है कि मैंने जिससे भी अन्याय करके लिया है उसे मैं 4 गुना लौटा देता हूं, मैं अपनी आधी संपत्ति कंगालों को लौटा देता हूं। ये है सच्ची गवाही, ये है सच्चा सुसमाचार का प्रचार जिसके द्वारा ये काम होता है। 2ാം ലോക മഹായുദ്ധത്തിൽ ഒരു നോർവീജിയൻ ലൂതറൻ ചർച്ച് ബിഷപ്പിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. 2ാം നൂറ്റാണ്ട് 2ാം ലോക മഹായുദ്ധത്തിൽ ജീവിച്ചിരുന്ന ഒരു ലൂതറൻ ബിഷപ്പിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. द्वितीय विश्व युद्ध के दौरान एक नॉर्वे के एक लूथरन बिशप के बारे में मैंने इस तरह से सुना है।
പേരറിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാം. അദ്ദേഹത്തിന്റെ പേര് എവിൻ ബെർഗറി എന്നായിരുന്നു. എവിൻ ബെർഗറി എന്നായിരുന്നു. उनका नाम, जो लोग नाम जानना चाहते हैं, उनका नाम एविन बर्गरी था। അദ്ദേഹം ഒരു സുവിശേഷകനായിരുന്നത് കൊണ്ട്, മിഷണറി ആയതുകൊണ്ട് നാസി പട്ടാളക്കാര് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. नाजी, वो जो एक सुसमाचारक थे, इसलिए नाजी सैनिकों ने उनको गिरफ्तार कर लिया। നിങ്ങൾക്കറിയാമോ, ഏതാണ്ട് വൺ ആഫ്റ്റർ അനദർ, ഒന്നിനു പിന്നാലെ ഒന്നായി 11 പേരെ അദ്ദേഹത്തെ കാക്കുന്നതിൽ നിന്ന് മാറ്റേണ്ടതായിട്ട് വന്നു. ഒരാളെ വെച്ച് കഴിഞ്ഞാൽ ആള് ശരിയാവുന്നില്ല, രണ്ടാമത്തെ ആളിനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ശരിയാക്കുന്നില്ല. അങ്ങനെ 11 പേരെ മാറ്റി 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 ഗാർഡ് ഇദ്ദേഹത്തെ കാക്കുവാനായിട്ട് വെച്ചു. उनकी पहरेदारी के लिए लगाए गए लोगों में से एक एक करके लगभग 11 पहरेदारों को हटाना पड़ा। एक को लगाते वो सही नहीं होता, उसको हटाते, दूसरे को लगाते, इस तरह से 11 लोगों को उनकी पहरेदारी से हटाना पड़ा। കാരണം എന്താണെന്നറിയാമോ, അദ്ദേഹത്തിന്റെ കൂടെ ഒരു രാത്രിയിൽ കാവൽക്കാരനായി ഇരുന്നാൽ പിറ്റേ ദിവസം ആ വ്യക്തി ക്രിസ്ത്യാനിയായിട്ട് മാറുകയാണ്. और इसका कारण ये था कि एक रात अगर कोई उनकी पहरेदारी के लिए उनके साथ में रहता, तो अगले दिन सुबह वो एक मसीही बन जाता। നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്. 18ാം നൂറ്റാണ്ടിന്റെ അവസാനം പഞ്ചാബിലെ മിഷണറിയായിട്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. मैं 18वीं सदी के अंत में पंजाब में एक मिशनरी के रूप में आए एक व्यक्ति के बारे में आपको बताना चाहता हूं, जिसके बारे में शायद आप सब लोग जानते होंगे। അദ്ദേഹത്തിന്റെ പേര് ഗോർഡൻ മാക്സ്വെൽ എന്നായിരുന്നു. उनका नाम गॉर्डन मैक्सवेल था। അദ്ദേഹം പഞ്ചാബിലെത്തി കുറച്ച് നാളിന് ശേഷം അവിടെ ഒരു ഹിന്ദു വിദ്വാന്റെ അടുക്കൽ ഭാഷ പഠിക്കുവാനായിട്ട് പോയി. पंजाब में पहुंचने के कुछ समय बाद वो एक हिंदू विद्वान के पास में भाषा सीखने के लिए गए। അദ്ദേഹം ഹിന്ദു വിദ്വാന്റെ അടുക്കൽ കടന്നു പോയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭാഷ നിങ്ങൾ എന്നെ ഒന്ന് പഠിപ്പിക്കണമെന്ന്. एक हिंदू विद्वान के पास में जाकर उन्होंने कहा कि आप अपनी भाषा सीखने में मेरी मदद करें। അപ്പൊ ഹിന്ദു വിദ്വാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണെന്നറിയാമോ, സാഹിബ്, എന്റെ ഭാഷ നിങ്ങളെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം എന്നെ നിർബന്ധിക്കരുത്, എനിക്കതിന് പറ്റത്തില്ല. तो उस हिंदू विद्वान ने क्या कहा, साहब हमारी भाषा सिखाने के लिए आप मुझसे जबरदस्ती न करें, मैं ऐसा नहीं कर सकता। അപ്പോൾ മാക്സ്വെൽ അദ്ദേഹത്തോട് ചോദിച്ചു, അതെന്താ നിങ്ങളുടെ ഭാഷ എന്നെ പഠിപ്പിക്കാത്തത്? അതിനുള്ള പണം എത്ര വേണമെങ്കിലും ഞാൻ തരാം. तो मैक्सवेल ने ये कहा कि तुम मुझे अपनी भाषा क्यों नहीं सिखाते, तुम जितना कहोगे मैं उतना पैसा तुम्हें दे दूंगा। ഹിന്ദു വിദ്വാൻ പറഞ്ഞു, ഞാനൊരു ഹിന്ദുവാണ്, ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്, നിങ്ങളെ ഞാൻ ഭാഷ പഠിപ്പിച്ചാൽ ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് മാറും. उस हिंदू विद्वान ने ये कहा, मैं एक हिंदू हूं और मैं अगर आपको अपनी भाषा सिखाऊंगा तो मैं एक मसीही बन जाऊंगा। അദ്ദേഹം മാക്സ്വെൽ പറഞ്ഞു, ഞാൻ എന്റെ മതത്തെക്കുറിച്ചോ എന്റെ വിശ്വാസത്തെക്കുറിച്ചോ ഒരിക്കലും നിങ്ങളോട് സംസാരിക്കത്തില്ല, നിങ്ങൾ എന്നെ ഭാഷ മാത്രം പഠിപ്പിച്ചാൽ മതി. मैक्सवेल ने कहा कि मैं अपने बारे में, अपने धर्म या शिक्षा के बारे में कभी तुमसे कोई बात नहीं करूंगा, बस तुम मुझे भाषा सिखा दो। നിങ്ങൾക്കറിയാമോ ആ ഹിന്ദു വിദ്വാൻ എന്താ പറഞ്ഞതെന്ന്? മാക്സ്വെലിനോട് പറഞ്ഞു, മാക്സ്വെൽ സാഹിബ്, അദ്ദേഹം നിങ്ങളെ കുറിച്ച് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ കൂടെ കുറച്ചു സമയം ചെലവഴിക്കുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്ത്യാനിയാകാതിരിക്കാൻ പറ്റത്തില്ല. तो उस हिंदू विद्वान ने, आपको पता है उनसे क्या कहा? उन्होंने कहा, मैक्सवेल साहब, मैंने आपके बारे में काफी कुछ सुना है, जो व्यक्ति थोड़े समय तक आपके साथ में रह जाता है वो मसीही बने बिना रह नहीं सकता। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇതാണ് ഉപ്പുരസം. मुझे सुनने वाले भाइयों और बहनों, ये है नमक का स्वाद। ഇതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നുവെന്ന്. और यही प्रभु कहता है कि तुम पृथ्वी के नमक हो। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവവചനത്തിലുള്ള ജ്ഞാനമല്ല നിന്നെ ദൈവ പൈതലാക്കുന്നത്. मुझे सुनने वाले भाइयों और बहनों, परमेश्वर के वचन का ज्ञान आपको बुद्धिमान वो नहीं बनाता है। ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഓരോ പുസ്തകങ്ങളും അതിലെ അധ്യായങ്ങളും കാണാതെ പഠിച്ചാലും ഒരു വ്യക്തിക്ക് ദൈവവിശ്വാസി അല്ലെങ്കിൽ ദൈവ പൈതലായി തീരുവാൻ കഴിയുകയില്ല. उत्पत्ति से लेकर प्रकाशित वाक्य तक चाहे एक एक अध्याय को अच्छी तरह से याद कर ले तो भी एक व्यक्ति परमेश्वर पर विश्वास करने वाला नहीं बन सकता है। സർവശക്തനായ കർത്താവ് കഴിഞ്ഞാൽ ഈ ദൈവവചനം ഉടനീളം അതിന്റെ വള്ളിയും പുള്ളിയും മുഴുവനും അറിയാമെന്ന മറ്റൊരു വ്യക്തിയുണ്ട്. അതാരാന്ന് നിങ്ങൾക്കറിയാമോ? सर्वशक्तिमान परमेश्वर के बाद में दूसरा एक व्यक्ति है जो इस वचन को बिल्कुल अच्छी तरह से, इसका एक एक बिंदु तक अच्छी तरह से जानने वाला व्यक्ति, आपको पता है वो कौन है?
അത് മറ്റാരുമല്ല, ദുഷ്ടനായ പിശാച് സാത്താനാണ്. वो और कोई नहीं है, वो व्यक्ति दुष्ट शैतान है। മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും ലൂക്കോസിന് വിശേഷം 4-ാം അധ്യായത്തിലും നമ്മൾ വായിക്കുന്നു, യേശു കർത്താവിന്റെ അടുത്ത്, സാക്ഷാൽ വചനമായിരിക്കുന്നവന്റെ അടുത്ത് ദൈവവചനവുമായി പരീക്ഷിക്കുവാൻ കടന്നു വന്നവനാണ് ഈ പിശാച്. मत्ती 4थे अध्याय में, लुका 4थे अध्याय में हम जानते हैं कि यही शैतान उस वचन के साथ में प्रभु यीशु की परीक्षा करने के लिए उसके सामने आया था। ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഈ പരിശുദ്ധ വചനത്തെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് അനേകരുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഈ പിശാചിരിക്കുന്നു. और आज वही शैतान दुनिया भर की अलग अलग जगहों पर इस वचन को तोड़ मरोड़ करके, इस वचन को दूषित करके लोगों की जिंदगियों को बर्बाद कर रहा है। അവൻ ഓരോരോ വിശ്വാസികളെയോ അല്ലെങ്കിൽ ദൈവദാസന്മാരെ എന്ന് പറയുന്നവരെ വശീകരിച്ചെടുത്ത് അവർക്ക് പണം കൊടുത്ത്, അവർക്ക് അധികാരം കൊടുത്ത്, അവർക്ക് സുഖം കൊടുത്ത്, ഈ വചനത്തെ വളച്ചൊടിക്കുവാനുള്ള ദുഷ്ടബുദ്ധി കൊടുത്ത് ദൈവജനത്തെ വിശ്വാസത്തിൽ നിന്ന് ഈ പിശാച് മാറ്റിക്കൊണ്ടിരിക്കുക. वो शैतान विश्वासियों को या जो लोग परमेश्वर के दास कहलाते हैं उनको पैसा देता है, उनको अधिकार देता है, उनको इस वचन में तोड़ मरोड़ करने की शक्ति देता है, और उसके द्वारा वो बहुत से विश्वासियों को परेशान कर रहा है, वो तबाह कर रहा है। നിങ്ങളിൽ പലരും അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നിങ്ങൾ കരുതുന്നവർ ദൈവത്തിന്റെ ദാസന്മാരാണെന്ന്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, അവരൊക്കെയും വെളിച്ച ദൂതന്റെ വേഷം കെട്ടുന്നവരാണ്. आप में से कई लोग ऐसों को जब देखते हैं तो आपको लगता है कि वो परमेश्वर के दास लोग हैं, लेकिन परमेश्वर का वचन साफ साफ उनके बारे में कहता है कि वो ज्योतिर्मय स्वर्गदूत का रूप धरने वाले लोग हैं। നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇന്ന് അത് വായിച്ചിട്ട്, രാത്രി വായിച്ചിട്ട് കിടന്നുറങ്ങിയാൽ മതി. 2 കൊരിന്ത്യർ 11-ാം അധ്യായം നിങ്ങൾ മുഴുവനും ഒന്ന് വായിച്ചു നോക്കണം. 2 कुरिन्थियों 11वां अध्याय, अगर आज रात को आपके पास में समय है तो उसको पढ़ के ही आप आज सोएं। 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ കള്ള അപ്പോസ്തലന്മാരെ കുറിച്ചും കള്ള പ്രവാചകന്മാരെ കുറിച്ചും കള്ള ഉപദേഷ്ടാക്കന്മാരെ കുറിച്ചും വളരെ വ്യക്തമായി കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസ് 2 कुरिन्थियों 11वें अध्याय में प्रेरित पौलुस बहुत अच्छी तरह से झूठे उपदेशकों के बारे में, झूठे प्रेरितों के बारे में और झूठे प्रचारकों के बारे में बहुत अच्छी तरह से सिखाता है। മറ്റൊരു യേശുവിനെ കുറിച്ച്, മറ്റൊരു സുവിശേഷത്തെ കുറിച്ച്, മറ്റൊരു ആത്മാവിനെ കുറിച്ച് നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. वहां पर आप दूसरे एक मसीह को, दूसरे एक सुसमाचार को, दूसरी एक आत्मा को देख सकते हैं। അവിടെ അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ദൈവജനത്തോട് പറയുകയാണ്, നിങ്ങൾ അവരെ സഹിക്കുന്നത്, പൊറുക്കുന്നത് ആശ്ചര്യമെന്ന്. पर वहां पर पवित्र आत्मा से परिपूर्ण होकर प्रेरित पौलुस ये कहता है कि मैं चकित हूं कि तुम किस तरह से उनको सह रहे हो। ഞാൻ ഈ വാക്യങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ സഹോദരങ്ങളെ. ദൈവത്തിന്റെ ദാസൻ അത് ഹിന്ദിയിലും നിങ്ങളെ വായിച്ചു കേൾപ്പിക്കും. मैं उन वचनों को आपके लिए पढ़ना चाहता हूं और उसके बाद में हिंदी में भी वो वचन पढ़ा जाएगा। ഇവിടെ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ, 2, 3, 4 വാക്യങ്ങൾ മാത്രം ഞാനൊന്ന് വായിക്കുകയാണ്. मैं 2 कुरिन्थियों 11वां अध्याय उसका सिर्फ दूसरा, तीसरा और चौथा वचन पढ़ना चाहता हूं। ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോട് എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. 2 कुरिन्थियों 11वां अध्याय उसका 2 से 4। क्योंकि मैं तुम्हारे विषय में ईश्वरीय धुन लगाए रहता हूं, इसलिए कि मैंने एक ही पुरुष से तुम्हारी बात लगाई है कि तुम्हें पवित्र कुंवारी के समान मसीह को सौंप दूं। परंतु मैं डरता हूं कि जैसे सांप ने अपनी चतुराई से हव्वा को बहकाया, वैसे ही तुम्हारे मन उस सीधाई और पवित्रता से जो मसीह के साथ होनी चाहिए कहीं भ्रष्ट न किए जाएं। यदि कोई तुम्हारे पास आकर किसी दूसरे यीशु का प्रचार करे जिसका प्रचार हमने नहीं किया, या कोई और आत्मा तुम्हें मिले जो पहले न मिला था, या और कोई सुसमाचार सुनाए जिसे तुमने पहले न माना था, तो तुम सह लेते हो। സഹോദരങ്ങളെ, ഇവിടെ നിങ്ങൾ കേട്ടോ, വേറൊരു യേശുവിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ 2 യേശു ഉണ്ടോ? तो भाइयों, यहाँ आपने सुना दूसरा एक यीशु, तो क्या 2 यीशु हैं? അതെ, 2 യേശു ഉണ്ട്. ബൈബിൾ പറയുന്ന ഒരു യേശുവും നിങ്ങൾ പ്രസംഗങ്ങളിൽ കേൾക്കുന്ന മറ്റൊരു യേശുവും.
हाँ, दो इशू है। एक तो वो इशू जिसके बारे में बाइबल बताती है, और दूसरा आप प्रचारों में जिस इशू के बारे में सुनते हैं। ബൈബിൾ പറയുന്ന യേശു ജനിച്ചത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? बाइबल में जिस इशू के बारे में बताया गया, आपको पता है वो किस लिए जन्मा था? 1 കൊരിന്ത്യർ 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു യഥാർത്ഥ യേശു ജനിച്ചത് എന്തിനു വേണ്ടിയാണെന്ന്. 1 कुरिन्थियों 1:21 बताता है कि असली यीशु किस बात के लिए जन्मा था। സോറി, മത്തായിയുടെ സുവിശേഷം 1:21. മത്തായിയുടെ സുവിശേഷം 1:21. मती 1:21, मती 1:21। അവിടെ എഴുതിയിരിക്കുന്നു, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനിരിക്കെ കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം. वहां लिखा है कि तू उसका नाम यीशु रखना, क्योंकि वह अपने लोगों का उनके पापों से उद्धार करेगा। പാപത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും വിടുവിക്കുന്നവനാണ് യേശു. പാപത്തെ കുറിച്ച് നമ്മളോട് ബോധ്യം വരുത്തുന്നവനാണ് യേശു. പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് സഹായിച്ച് നിത്യരക്ഷയിലേക്ക് നയിക്കുന്നവനാണ് യേശു. मुझे और आपको उद्धार देने वाला है यीशु, मुझे और आपको पाप का बोध करवाने वाला है यीशु, और मुझे और आपको पाप से छुटकारा देकर अनंत जीवन की ओर ले जाने वाला है यीशु। നിങ്ങൾ കേൾക്കുന്ന പ്രസംഗങ്ങളിൽ എത്ര പ്രസംഗങ്ങൾ പാപത്തെ കുറിച്ച് നിങ്ങളോട് പറയുന്നുണ്ട്, മാനസാന്തരത്തെ കുറിച്ച് നിങ്ങളോട് പറയുന്നുണ്ട്. पर आप जिन प्रचारों को सुनते हैं उनमें से कितने प्रचारों में पाप के बारे में आपको बताया जाता है? मन फिराव के बारे में कितने प्रचारों में आपको सुनने को मिलता है? നിങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളിൽ യേശുവിനെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് അനുഗ്രഹങ്ങളെ ഒഴുക്കി തരുന്ന യേശുവിനെ കുറിച്ചാണ് നിങ്ങൾ കേൾക്കുന്നത്. आप जिन प्रचारों को सुनते हैं उनमें उस यीशु के बारे में बताया जाता है जो आशीषों को बहाता है। ഇതാണ് മറ്റൊരു യേശു. ये है दूसरा यीशु। ഇത് ഇന്ന് മാത്രമല്ല, 1-ാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തത്. ये सिर्फ आज ही नहीं, पहली सदी में ही था। इसीलिए प्रेरित पौलुस परमेश्वर की कलीसिया को चेतावनी देता है। നിങ്ങൾ അങ്ങനെ പ്രസംഗിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് നോക്കി, അവരിൽ പലരും പാപത്തിൽ ജീവിക്കുന്നവരാണ്, വിവാഹമോചനം കിട്ടി ജീവിക്കുന്നവരാണ്. ഈ ലോകത്തിൽ വലിയ വലിയ ആർഭാടങ്ങളിലും വലിയ വലിയ എന്താ പറയുന്ന മൾട്ടിനാഷണൽ കമ്പനിയുടെ സിഇഒമാരെക്കാൾ വലിയവരായിട്ട് ജീവിക്കുന്ന പ്രൗഢിയിൽ ജീവിക്കുന്നവരാ. ऐसा प्रचार करने वाले लोगों की जिंदगी को आप देखें, उनमें से ज्यादातर लोग पाप में जीने वाले हैं, तलाकशुदा हैं, और बड़ी 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 सुख सुविधाओं में जीने वाले, बड़ी बड़ी कंपनियों के जो सीईओ हैं उनसे भी कहीं ज्यादा सुख सुविधा में जीने वाले लोग हैं। അവരുടെ വേഷവിധാനങ്ങളിലേക്ക് നോക്കിയേ, സിനിമാശാലകളിൽ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അവരുടെ വേഷവിധാനങ്ങളിലേക്ക് നോക്കിയേ, വലിയ സെലിബ്രിറ്റീസിനെയും സിനിമ ആക്ടേഴ്സിനേക്കാളും അധികം പ്രൗഢിയിൽ വേഷവിധാനങ്ങളിൽ അവർ ജീവിക്കുന്നത്. उनके वस्त्रों को, पोशाक को अगर आप देखें तो जो लोग कभी सिनेमा थिएटर में गए हैं, फिल्में देखी हैं, उनको पता होगा कि ये लोग, इनकी जो पोशाक है, इनका पहरावा है, वो बड़े बड़े सेलिब्रिटीज से, बड़े बड़े अभिनेताओं से भी बहुत ज्यादा होता है। നിങ്ങൾ അവരുടെ ജീവിതവും അപ്പോസ്തലന്മാരുടെ ജീവിതവും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയേ. അപ്പോസ്തലന്മാരുടെ വേഷവിധാനം അതായിരുന്നു, അപ്പോസ്തലന്മാരുടെ ജീവിത ശൈലി അതായിരുന്നു. ഈ നൂറ്റാണ്ടുകളിലെ കർത്താവിന്റെ ദാസന്മാരെ, മിഷണറിമാരെ ഒന്ന് നോക്കിയേ, യേശു കർത്താവിനെ ഒന്ന് നോക്കിയേ. അവർ ദൈവത്തിന്റെ കർത്താവിന്റെ ജീവിത രീതി, ശിഷ്യന്മാരുടെ ജീവിത രീതി, മിഷണറിമാരുടെ ജീവിത രീതി, ഇവരുടെ ജീവിത രീതിയുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നിങ്ങളൊന്ന് നോക്കിക്കേ. आप उनकी जिंदगी की प्रेरितों की जिंदगी से तुलना कर कर देखें, क्या उनकी जिंदगी प्रेरितों की जिंदगी जैसी है? क्या प्रेरितों का पहरावा ऐसा था? इतनी पिछली सारी सदियों में आप परमेश्वर के लोगों को, मिशनरियों को देखें, उनके साथ में इनकी तुलना करें, प्रभु यीशु के साथ में उनकी तुलना करें कि क्या उसका पहरावा, उसकी जीवन शैली इस तरह की थी? അവർ പ്രസംഗിക്കുന്നത് മറ്റൊരു യേശുവിനെയാണ്, അവർ പ്രസംഗിക്കുന്നത് മറ്റൊരു സുവിശേഷമാണ്, അവരിൽ വ്യാപരിക്കുന്നത് മറ്റൊരു ആത്മാവാണ്. वो लोग दूसरे एक यीशु का प्रचार करते हैं, वो लोग दूसरे एक सुसमाचार का प्रचार करते हैं, और उनमें काम करने वाला आत्मा दूसरा एक आत्मा है। അതാണ് നമ്മളിപ്പോൾ ഇവിടെ മുകളിൽ വായിച്ചു കേട്ട ഭാഗം. और इसी बात को हमने अभी यहाँ पे सुना। അതെ, 2 കൊരിന്ത്യർ 11-ാം അധ്യായം താഴേക്ക് വായിച്ചു വരുമ്പോൾ 13, 14, 15 വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. 2 कुरिन्थियों 11वां अध्याय नीचे की ओर जब हम आते हैं तो 13, 14, 15 वचन आप पढ़ के देखिए। ഞാൻ എന്തിനാണ് ഈ വാക്യം നിങ്ങളോട് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, നിങ്ങളുടെ കണ്ണു തുറന്ന്, നിങ്ങളുടെ ചെവി തുറന്ന്, നിങ്ങളുടെ ബുദ്ധി തുറന്ന് ഈ കാലഘട്ടത്തെ നിങ്ങൾ വിവേചിക്കണം. मैं ये वचन आपको इसलिए बता रहा हूं भाइयों और बहनों, ताकि आप अपनी आंखें खोलकर, कान खोलकर, आप अपना मन खोलकर ध्यान से इन वचनों को सुने और आज के समय को परखें।
നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. അതല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദേശത്ത് നിങ്ങൾ ആരും എത്തുകയില്ല. आपको खुद को बचा कर रखना होगा, नहीं तो आप जिस जगह पहुंचना चाहते हैं आप वहां नहीं पहुंच पाएंगे। ഇങ്ങനെയുള്ളവരെ കുറിച്ച് എഴുതിയിരിക്കുന്നു 13, 14, 15 വാക്യങ്ങളിൽ. ഇങ്ങനെയുള്ളവർ കള്ളയപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമില്ല. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമില്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്കൊത്തതായിരിക്കും. 2 कुरिन्थियों 11 का 13, 14 और 15। क्योंकि ऐसे लोग झूठे प्रेरित और छल से काम करने वाले और मसीह के प्रेरितों का रूप धरने वाले हैं। यह कुछ अचंभे की बात नहीं, क्योंकि शैतान आप भी ज्योतिर्मय स्वर्गदूत का रूप धारण करता है। इसलिए यदि उसके सेवक भी धर्म के सेवकों का सा रूप धरें तो कोई बड़ी बात नहीं, परंतु उनका अंत उनके कामों के अनुसार होगा। സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുന്ന ദൈവവചനം ദൈവവചനത്തിൽ നിന്ന് തന്നെയാണെന്നുള്ളതാണ് ഞാൻ ഇപ്പൊ വായിച്ച് കേൾപ്പിക്കുന്നത് നിങ്ങളെ. परमेश्वर के जनों, मैं जो आपको वचन सुना रहा हूँ वो परमेश्वर के वचन में से ही आपको बता रहा हूँ। ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു, സാത്താൻ വെളിച്ചദൂതന്റെ വേഷം എടുത്തു വരും, അവന്റെ ശുശ്രൂഷക്കാർ വെളിച്ചദൂതന്മാരുടെ വേഷം കെട്ടുമെന്ന്. അതാണ് ഇപ്പൊ നിങ്ങൾ ഈ വചനത്തിൽ നിന്ന് വായിച്ചു കേട്ടത്. मैंने पहले आपको बताया कि जो शैतान की जो दास है वो शैतान जो ज्योतिर्मय स्वर्गदूत का रूप धरते हैं, शैतान भी ज्योतिर्मय स्वर्गदूत का रूप धरता है। और यही वचन हमने अभी यहाँ पे पढ़ा है। സഹോദരങ്ങളെ, നമ്മളിലേക്ക് ഉപ്പ് രസം വന്നു കഴിയുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന്റെ കൂടെ വരുന്ന ജനം ദൈവജനമായി മാറ്റപ്പെടും നമ്മുടെ ജീവിതം കൊണ്ട്. भाइयों, जब हमारी जिंदगी में नमक का स्वाद होगा तो हमारे जीवन के कारण हमारे साथ आने वाले लोग परमेश्वर के जन बन जाएंगे। ഈ ഉപ്പെന്ന് പറയുന്നതിന്റെ 3 ക്വാളിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് 3 ഉപയോഗമുണ്ട്. नमक के 3 गुण हैं या फिर उसके 3 इस्तेमाल होते हैं। അതിന്റെ ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത്, അത് അന്നത്തെ കാലത്ത് പ്രിസർവിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ കേടുകൂടാതെ സൂക്ഷിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് ആയിരുന്നു. उसका एक इस्तेमाल उन दिनों में चीजों को खराब होने से बचाए रखने के लिए किया जाता था। നമുക്ക് ഇന്നാണ് ഈ ഫ്രിഡ്ജുകളും ചില്ലറുകളും ഫ്രീസറുകളും ഒക്കെ ഉണ്ടായത് ഇന്നാണ്. आज के हिसाब से आज तो हमारे पास में फ्रिज है, फ्रीजर है, चिल्लर्स वगैरह है। സാധനങ്ങൾ നശിച്ചു പോകാതെ വണ്ണം നമുക്ക് അതിനകത്ത് വെച്ച് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. कोई भी चीज हम उनमें रख सकते हैं, खराब होने से उनको बचा सकते हैं। എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരിൽ സഹോദരിമാരിൽ പ്രായമുള്ളവർക്ക് അറിയാൻ, കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇതൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ പലതും സൂക്ഷിച്ചു വെച്ചിരുന്നത് ഉപ്പിട്ടാ സൂക്ഷിച്ചു വെച്ചിരുന്നത്. മത്സ്യവും ഇറച്ചി അതുപോലുള്ളതൊക്കെ ഉപ്പിട്ടാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത്. मुझे सुनने वाले भाइयों और बहनों, जो बुजुर्ग लोग हैं उनको पता होगा कि एक समय था जब चीजों को खराब होने से बचाने के लिए जब ये सुविधाएं नहीं होती तो कई चीजों में नमक डालकर उसको खराब होने से बचा कर रखा जाता था। അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഗുണമാണ് ഉപ്പിൻ്റെത്. അത് പ്യൂരിഫൈ ചെയ്യുവാൻ തക്കവണ്ണം, ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ഉപയോഗിക്കും. और इसी तरह नमक की दूसरी एक खासियत है कि उसको शुद्ध करने के लिए, शुद्धिकरण के लिए इस्तेमाल किया जाता है। നമുക്കറിയാൻ പറ്റും, പലപ്പോഴും ഉപ്പിട്ട് പല ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴുകിയെടുക്കാറുണ്ട്, ഉപ്പിട്ട് കഴുകാറുണ്ട്. हमें पता है कि हम कई बार कई खाने की चीजें नमक डालकर हम धोते हैं। ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ആ മരുന്നിനകത്ത് ഉപ്പ് കൂടെ ചേർത്ത് അവർ ഉപയോഗിക്കുമായിരുന്നു. കാരണം ഉപ്പ് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നതാണ്, ഹീലിംഗിന് ഉപയോഗിക്കുന്നതാണ്. एक समय था जब दवाइयां लोग खाते थे उसके साथ थोड़ा नमक मिलाकर खाते थे, क्योंकि नमक वो शुद्धिकरण के लिए, चंगाई के लिए इस्तेमाल होता था। ഉപ്പിന്റെ മൂന്നാമത്തെ ആവശ്യം, ഉപ്പിന്റെ മൂന്നാമത്തെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സീസണിങ് അല്ലെങ്കിൽ ഫ്ലേവറിങ് അല്ലെങ്കിൽ രുചി വരുത്തുവാൻ ഉപയോഗിക്കുന്നതാണ്. और नमक की तीसरी जो खासियत है वो हम सब जानते हैं कि वो स्वाद बढ़ाने वाला होता है, स्वादिष्ट बनाने वाला होता है। അപ്പോൾ നമ്മൾ ഉപ്പിനെ കുറിച്ച് പറയുമ്പോൾ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് കർത്താവ് പറഞ്ഞാൽ, ഈ 3 ഉദ്ദേശങ്ങൾ, ഈ 3 പർപ്പസസ് നമ്മളിൽ സെർവ്ഡ് ആവണം. तो जब प्रभु ये कह रहा है कि तुम पृथ्वी के नमक हो, तो ये 3 उद्देश्य हमारी जिंदगी में पूरे होने चाहिए। ഒന്ന്, നമ്മൾ ആയിരിക്കുന്ന കമ്മ്യൂണിറ്റിയെ, നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഉത്തരവാദിത്വത്തിൽ വിളിക്കപ്പെട്ടവരാ നമ്മൾ. एक तो जिस समाज में हम रहते हैं उस समाज को सुरक्षित रखने, बचाए रखने की जिम्मेदारी वाले लोग हैं हम।
ഈ ഭൂമി നശിക്കാതിരിക്കുന്നത് ഇതിന്റെ ഉള്ളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനം അവിടെ ഇവിടങ്ങളിലായിട്ട് ദൈവം സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ये धरती इसलिए नाश नहीं हो रही क्योंकि इसको बचाने के लिए परमेश्वर ने कई लोगों को इधर उधर इसके लिए दुआ करने के लिए रखा है। ദൈവക്രോധം ഈ ഭൂമിയുടെ മേൽ വരാതെ വണ്ണം, ഈ ഭൂമിയുടെ ദുഷ്ടത കണ്ടും അടുത്ത് നിൽക്കുന്ന ദൈവം ഈ ഭൂമിയെ നശിപ്പിക്കാതെ വണ്ണം ഇതിനെ സൂക്ഷിക്കുന്നത് എന്നെയും നിങ്ങളെയും പോലുള്ള ചിലര് അവിടെ എവിടെങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിനോട് നിലവിളിക്കുന്നത് കൊണ്ടാണ്. इस धरती की दुष्टता को देखकर परमेश्वर मेरे और आपके जैसे कई ऐसे लोगों को देखकर इस धरती को नाश नहीं कर रहा है जो इसको बचाने के लिए दुआ करते हैं। അതുകൊണ്ട് ചില വ്യക്തികളെ, ചില കുടുംബങ്ങളെ നിത്യനാശത്തിൽ വീഴാതെ വണ്ണം, നിത്യനരകത്തിൽ വീഴാതെ വണ്ണം സൂക്ഷിക്കുവാനാണ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. और इसी तरह कुछ लोगों को, व्यक्तियों को, परिवारों को अनंत नाश में जाने से बचाने के लिए मुझे और आपको प्रभु ने बुलाया है। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നാം ഓരോരുത്തരും സ്വയം ചിന്തിക്കണം. ഞാൻ ഭൂമിയുടെ ഉപ്പാണെങ്കിൽ എനിക്ക് ചില വ്യക്തി ജീവിതങ്ങളെ കുറിച്ച് ദൈവസന്നിധിയിൽ ഉത്തരവാദിത്തമുണ്ട്. मुझे सुनने वाले भाई और बहनों, हमें इस बात को समझना है कि अगर हम पृथ्वी के नमक हैं तो इसका मतलब कुछ लोगों के बारे में हमारी कुछ जिम्मेदारियां हैं। എന്റെയും നിങ്ങളുടെയും കുടുംബങ്ങളിൽ നിന്ന് എന്നെയും നിന്നെയും വേർതിരിച്ചിട്ടുണ്ട്. ബാക്കി ആരും ഈ രക്ഷയുടെ അനുഭവത്തിൽ വന്നിട്ടില്ല എങ്കിൽ ക്രിസ്തുവിങ്കിലേക്ക് അവരെ നയിക്കേണ്ട ഉത്തരവാദിത്വം, നിത്യനാശത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് വരെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം വെളിച്ചം ലഭിച്ച, ഉപ്പ് ലഭിച്ച നമ്മുടേതാണ്. अपने परिवार में से अगर हम अकेले विश्वास में आए, मसीह में आए, दूसरे लोग नहीं आए, तो उनको बचाने की जिम्मेदारी, अनंत नरक से, अनंत आग से उनको बचाने की जिम्मेदारी, नमक के रूप में उनकी जिंदगी में स्वाद लाने की जिम्मेदारी हमारी है। ഒന്ന് ഓർത്തു നോക്കിയാൽ, ഒരു പക്ഷെ ഭർത്താവ് വന്നിട്ടുണ്ടാകാം രക്ഷയിലേക്ക്, ഭാര്യ വന്നിട്ടില്ലാകാം, അല്ലെങ്കിൽ മക്കൾ വന്നിട്ടുണ്ട്, അപ്പനും അമ്മയും വന്നിട്ടില്ലാതാകാം. ആര് വന്നിരിക്കുന്നുവോ അവരുടെ ഉത്തരവാദിത്വമാണ് മറ്റുള്ളവരെ കർത്താവിങ്കിലേക്ക് നയിക്കുക, ഈ രക്ഷയിലേക്ക്, നീതിയിലേക്ക്, സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക്, സ്വസ്ഥതയിലേക്ക് നയിക്കുക എന്നുള്ളത്. हो सकता है पति विश्वास में होगा, पत्नी विश्वास में नहीं हो सकता है बच्चे विश्वास में हो, माता पिता विश्वास में नहीं हो, तो जो विश्वास में आया उसकी ये जिम्मेदारी है कि वो दूसरे लोगों को इस सच्चाई की ओर, इस आशा की ओर, इस उद्धार की ओर, इस धार्मिकता की ओर लेकर आए। അവർ എവിടെയെങ്കിലും പോകട്ടെ എന്ന് പറഞ്ഞ് തള്ളുവാൻ തക്കവണ്ണം നമുക്ക് കഴിയത്തില്ല. ഉപ്പ് എന്ന് പറഞ്ഞാൽ വി ആർ എ പ്രിസർവിംഗ് മെറ്റീരിയൽ, വി ആർ എ പ്രിസർവിംഗ് സബ്സ്റ്റൻസ്. നമ്മൾ സൂക്ഷിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരാണ്. हम ये कहकर उनको छोड़ नहीं सकते हैं कि वो चाहे जहां मर्जी जाएं। क्यों? क्योंकि हम नमक के रूप में बुलाए गए हैं, तो बचाए रखना, सुरक्षित रखना वो हमारी जिम्मेदारी है, हमारा काम है। അത് മാത്രമല്ല, ഇതിന്റെ മധ്യത്തിൽ നമ്മളെ വെറുക്കുന്നവരുണ്ടാകാം, നമ്മുടെ ശത്രുക്കൾ ഉണ്ടാകാം, ഇത് ഈ വിശ്വാസത്തിനെതിരെ നിൽക്കുന്നവരുണ്ടാകാം. അവരെയും സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം, നമ്മുടെ ജീവിതം കൊണ്ട് അവരെയും നേടേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. सिर्फ इतना ही नहीं, हमसे नफरत करने वाले, हमारा विरोध करने वाले, हम जलने वाले लोग होंगे, पर उनको भी हमारे विश्वास में लाने की जिम्मेदारी, उनको सुरक्षित रखने की जिम्मेदारी और अपनी जिंदगी के द्वारा उनको भी जीतने की जिम्मेदारी हमारी है। മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ താഴേക്ക് പോകുമ്പോൾ നമ്മളത് പഠിക്കും. അവിടെ എഴുതിയിരിക്കുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് നിങ്ങൾ പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. मत्ती 5 के 44-45 में हम बाद में भी उसको देखेंगे। वहां लिखा है, मैं तुमसे कहता हूं कि अपने बैरियों से प्रेम रखो और अपने सताने वालों के लिए प्रार्थना करो, तो तुम अपने स्वर्गीय पिता की संतान ठहरोगे। ലോകത്തിൽ ആരെ നിങ്ങൾ നോക്കിയോ അവരൊക്കെ ശത്രുക്കളെ വെറുക്കുകയും അവരെ കൊല്ലുവാനും അവരുടെ ഇല്ലായ്മ ചെയ്യുവാനും എന്തൊക്കെ ശ്രമിക്കുമ്പോൾ, ഇതാ ഒരുവൻ നമ്മളോട് പറയുക, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. दुनिया में किसी को भी आप देख लीजिए, वो अपने दुश्मनों को खत्म करने के लिए, नाश करने की कोशिश में लगा रहता है, उनसे नफरत करता है। पर यहाँ पर एक व्यक्ति हमसे कह रहा है कि शत्रुओं से हमें प्रेम करना है, उनके लिए हमें प्रार्थना करनी है। നമ്മളെ വെറുക്കുന്നവരെ നാം സ്നേഹിക്കുമ്പോൾ, നമ്മുടെ ശത്രുക്കളെ നാം സ്നേഹിക്കുമ്പോൾ, നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, തീർച്ചയായും ഈ ശത്രുക്കൾ നാളെ ഒരു ദിവസം നീതിയിലേക്ക് വരുവാൻ സാധ്യതയില്ലേ? जब हम अपने शत्रुओं से प्रेम करते हैं, अपने नफरत करने वालों से, अपने सताने वालों से जब हम प्रेम करते हैं, तो क्या कल ये गुंजाइश नहीं है कि हमारे ये शत्रु धार्मिकता की ओर आ जाए? നമ്മളെ ഇത്രമാത്രം ഉപദ്രവിച്ചിട്ട് നമ്മൾ തിരിച്ചു പ്രതികരിക്കാതിരിക്കുമ്പോൾ, തിരിച്ചുപദ്രവിക്കാതിരിക്കുമ്പോൾ ആ വ്യക്തി ചിന്തിച്ചു തുടങ്ങത്തില്ലേ, ഞാൻ ഇത്രമാത്രം ഉപദ്രവിച്ചിട്ടും എന്നോട് തിരിച്ചൊരു പകരവും ചെയ്യാതെ എന്നെ സ്നേഹിക്കുകയും എന്നെ സഹായിക്കുകയും എന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഈ വ്യക്തിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, ഇവന്റെ ദൈവത്തെ എനിക്കും അറിയണമെന്ന്.
हमें इतना सताने के बाद भी जब हम पलट कर कुछ नहीं करते हैं, कुछ नहीं कहते हैं, तो क्या वो व्यक्ति ये नहीं सोचेगा कि मैंने इसको इतना सताया पर वो बदले में कुछ नहीं कर रहा, ना कुछ कर रहा है, ना बोल रहा है, तो क्या इसके अंदर कुछ अलग है, कुछ तो इसके अंदर खास है। ഇതാണ് ഉപ്പ് രസം എന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞ ഉപ്പിന്റെ രസം ഇതാണ്. മറ്റൊരു വ്യക്തിയെ നമ്മളിലേക്ക് അടുപ്പിക്കുക, മറ്റൊരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഹല്ലേലൂയ ശ്രേഷ്ഠമേറിയ ഒരു ചോദ്യം, ഒരു ചിന്ത നമ്മുടെ ജീവിതം കൊണ്ട് വരുത്തുക. यही उस नमक का स्वाद है जिसकी प्रभु बात कर रहा है कि अपनी जिंदगी के द्वारा एक व्यक्ति के अंदर एक स्वाद को उत्पन्न करना, हमारी जिंदगी के बारे में उसके मन में एक सवाल को उत्पन्न करना। അവിടെ എഴുതിയിരിക്കുന്ന വാക്യം നോക്കിയ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരും പുത്രിമാരും ആകേണ്ടതിന് തന്നെ. और वहां पर देखिए वो वहां लिखा है कि ताकि जिससे तुम अपने स्वर्गीय पिता की संतान ठहरो। അതെ, സ്വർഗീയ പിതാവിന്റെ പ്രത്യേകത അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും തന്റെ മഴയെ അയക്കുകയും ചെയ്യുന്നവൻ. और स्वर्गीय पिता की खासियत 45वें वचन में लिखी है, वो कहता है कि वह भले और बुरे दोनों पर अपना सूर्य उदय करता है और धर्मी और अधर्मी दोनों पर मेघ बरसाता है। ദൈവത്തിന്റെ വചനത്തിൽ ഈ ഗുണം ദൈവത്തിലുണ്ടെങ്കിൽ ദൈവമക്കളാകുന്ന നമ്മളിലേക്ക് ആ ഉപ്പ് രസം കടന്നു വന്നേ മതിയാവും. अगर परमेश्वर में ये खासियत है तो हम जो परमेश्वर की संतान है, हमारे अंदर भी वो नमक का स्वाद आना जरूरी है। മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. मत्ती 23 के 11 में लिखा है कि जो तुम में सबसे बड़ा होना चाहे वो तुम्हारा सेवक बने। ഒന്ന് ഓർത്തു നോക്കിയ, ഈ ലോകത്തിൽ ബലവാന്മാരും ബലശാലികളും അധികാരികളും അവർക്ക് സേവകരുണ്ടാകണമെന്നും സെർവൻസ് ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുമ്പോൾ ഇവിടെ പറയുന്നു നിങ്ങളിൽ വലിയവൻ സേവകനായി മാറണമെന്ന്. और यहाँ आप सोच के देखिए, इस दुनिया में जो ताकतवर है, जो बलवान है, जो अधिकारी है, वो ये चाहता है कि मेरे दास दासी नौकर हों, पर यहाँ पे परमेश्वर हमसे कह रहा है कि जो तुम में बड़ा है वो सबका सेवक बने। ഇതെന്താ നമ്മളെ പഠിപ്പിക്കുന്നതെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട താഴ്മ. ദൈവം എത്രമാത്രം ഭൗതികമായി നമ്മളെ അനുഗ്രഹിച്ചാലും ആത്മീകമായി അനുഗ്രഹിച്ചാലും നമ്മുടെ ജീവിതത്തിൽ താഴ്മ, മറ്റുള്ളവരെ സഹായിക്കുവാൻ, മറ്റുള്ളവരെ സേവിക്കുവാൻ തക്കവണ്ണം, അവരുടെ നിലയിലേക്ക് ഇറങ്ങി താഴേക്ക് വരുവാൻ തക്കവണ്ണമുള്ള ഒരു സൗമ്യത എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ये मेरी और आपकी जिंदगी में मुझे और आपको नम्रता के बारे में सिखाता है। परमेश्वर हमें भौतिक रूप से चाहे जितना भी ऊंचा उठाए, जितनी भी आशीष दे, पर दूसरे लोगों के सामने उनके स्तर पर उतरकर उनसे हमें प्रेम करना है। അടുത്ത 5 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാനായി ഞാൻ ആഗ്രഹിക്കുക. अगले 5 मिनट में मैं अपने वचनों को समाप्त करना चाहता हूँ। മറ്റുള്ളവർ കാണണം എത്രമാത്രം ഉയർന്ന ഒരു വ്യക്തി, ഇത്രമാത്രം ഉന്നതനായിരിക്കുന്ന ഒരു വ്യക്തി, ഇത്രമാത്രം വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി, എല്ലാ മഹത്വമുള്ള ഒരു വ്യക്തി ഞങ്ങളെക്കാൾ അധികം താണുവന്ന് ഞങ്ങളെ ശുശ്രൂഷിക്കുവാൻ, ഞങ്ങളെ കരുതുവാൻ തക്കവണ്ണം ഇറങ്ങി വന്നു എങ്കിൽ ഈ വ്യക്തിയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ വ്യക്തി സേവിക്കുന്ന കർത്താവിനൊരു പ്രത്യേകതയുണ്ട്. दूसरे लोग ये देख नहीं पाए कि इतना बड़ा व्यक्ति, इतना पढ़ा लिखा व्यक्ति, इतने ऊंचे ओहदे वाला व्यक्ति, इतना अधिकार रखने वाला व्यक्ति वो हमारे स्तर पर उतर कर आकर हमारी देखभाल कर रहा है, हमारी सेवा कर रहा है, तो इसका मतलब इस व्यक्ति में कुछ खास है, और ये जिस प्रभु की सेवा करता है उसके अंदर भी कुछ खास है। ഇതാണ് നമ്മളിലുള്ള ഉപ്പുരസം. മറ്റുള്ളവരെ നമ്മളിലേക്ക് അടുപ്പിക്കുന്നതാണ് നമ്മളിലെ ഉപ്പുരസം. और यही हमारे उस नमक का स्वाद है जो दूसरों को हमारी ओर खींचता है। നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ലൂക്കോസിന് ശേഷം 10-ാം അധ്യായത്തിൽ ഗുഡ് സമാരിറ്റനെ കുറിച്ച് പറയുന്നുണ്ട്. लूका 10वें अध्याय में हमारा प्रभु अच्छे सामरी के बारे में बताता है। അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒരു യഥാർത്ഥ അയൽക്കാരൻ ആരാണെന്ന് കർത്താവ് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. वहां पर प्रभु हमें ये बताता है कि हमारा असली पड़ोसी कौन है। ആവശ്യത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കുന്നവൻ, കരുതുന്നവൻ, അവരുടെ ആശ്വാസത്തിന് ഓടിയെത്തുന്നവൻ, അവനാണ് ഒരു യഥാർത്ഥ വിശ്വാസി അല്ലെങ്കിൽ യഥാർത്ഥ അയൽക്കാരൻ എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. प्रभु ये सिखा रहा है कि जरूरतमंद की मदद करने वाला, जिसको जो जरूरत में है उसके लिए भागकर आकर उसकी मदद करने वाला, उसको सांत्वना दिलासा देने वाला व्यक्ति, वो एक सच्चा व्यक्ति है या फिर सच्चा पड़ोसी है। वो ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സമൂഹത്തെ സൂക്ഷിക്കുവാനായിട്ട് കഴിയൂ, സമൂഹത്തെ നാശത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് കഴിയൂ, സമൂഹത്തെ കർത്താവിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിയൂ. അതാണ് ഉപ്പിന്റെ ഒന്നാമത്തെ ഗുണം നമ്മൾ കണ്ടത്. केवल ऐसा व्यक्ति ही समाज को बचाए रख सकता है, समाज को प्रभु की ओर ला सकता है, और वही नमक की पहली खासियत है जिसके बारे में हमने देखा। യാക്കോബിന്റെ ലേഖനം 1-ാമത്തെ ആ വാക്യം കൂടെ പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. യാക്കോബിന്റെ ലേഖനം 1:27 നമുക്കൊന്ന് വായിച്ചു നോക്കാം.
याकूब 1:27 हम एक बार पढ़कर देखेंगे। അവിടെ എഴുതിയിരിക്കുന്നു, പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും ശുഭ്രവുമായിരിക്കുന്ന ഭക്തി എന്താണെന്ന് അവിടെ എഴുതിയിരിക്കുന്ന ദൈവദാസനം ഒന്ന് വായിച്ച്, സമയത്തിന്റെ കുറവുകൊണ്ട്. वहां पर ये लिखा है कि हमारे परमेश्वर और पिता के निकट शुद्ध और निर्मल भक्ति यह है कि अनाथों और विधवाओं के क्लेश में उनकी सुधि लें और अपने आप को संसार से निष्कलंक रखें। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഹല്ലേലൂയ, ഒരു യഥാർത്ഥ ഉപ്പ് രസമുള്ള ക്രിസ്തുവിന്റെ ഉപ്പ് കടന്നു വന്ന ഒരു വ്യക്തിയെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്. അനാഥരായിരിക്കുന്നവർക്ക്, വിധവകളായിരിക്കുന്നവർക്ക്, ആശ്രയമില്ലാത്തവർക്ക്, ആലംബമില്ലാത്തവർക്ക് സഹായിയായി നമ്മൾ മാറുക, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. मेरे भाइयों और बहनों, वहां पर उस व्यक्ति के बारे में लिखा है जिसके अंदर मसीह के उस नमक का असल में स्वाद आया है। वो वहां पे लिखा है कि वो व्यक्ति अनाथों और विधवाओं की सुधि लेता है, जिसका कोई सहारा नहीं है, जिसकी कोई मदद करने वाला नहीं है, उसका वो सहारा बनता है। അത് മാത്രമല്ല, അത് മാത്രമായി പോയി കഴിഞ്ഞാൽ സോഷ്യൽ ഗോസ്പലായി കഴിയും. അത് കഴിഞ്ഞൊരു ഭാഗം എഴുതിയിട്ടുണ്ട്, ലോകത്തിന്റെ കളങ്കം പറ്റാതെ നാം നമ്മളെ തന്നെ സൂക്ഷിക്കണം. पर इतना ही नहीं है, अगर यहीं पर वो रुक जाए तो वो सिर्फ एक सामाजिक सुसमाचार बन जाएगा, पर वो वही नहीं रुकता। उसका अगला हिस्सा वहां लिखा है कि अपने आप को हमें संसार से निष्कलंक रखना है। See, that is very, very important. ഈ ലോകത്തിലുള്ള മറ്റു മതങ്ങളൊക്കെയും പഠിപ്പിക്കുന്നുണ്ട്, മറ്റുള്ളവരെ സഹായിക്കണം, വിധവകളെ സഹായിക്കണം, ആശുപത്രികൾ പണിയണം, അല്ലെങ്കിൽ പ്രായമായിരിക്കുന്ന മക്കളെ കെട്ടിച്ചു വിടുവാനുള്ള പൈസ കൊടുക്കണം, അല്ലെങ്കിൽ സ്കൂളുകൾ പണിയണം. ഇതൊക്കെ എല്ലാവരും പറയുന്ന സോഷ്യൽ ഗോസ്പലാണ്. കർത്താവ് പറയുന്നു, അത് നിങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഈ ലോകത്തിന്റെ കളങ്കം പറ്റാതെ ദൈവവചനപ്രകാരം നിങ്ങളെ തന്നെ നിങ്ങൾ സൂക്ഷിക്കണം. അതാണ് ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും ശുഭ്രവുമായിരിക്കുന്ന ഭക്തി. इस बात को समझना बहुत महत्वपूर्ण है कि दुनिया में हर कोई ये सिखाता है कि हमें दूसरों की मदद करनी है, अनाथों की, विधवाओं की मदद करनी है, अस्पताल बनवाने हैं, जिन लोगों जो जरूरतमंद हैं उनकी मदद करनी है। वो सामाजिक सुसमाचार है जिसके बारे में हर कोई सिखाता है, करता है। पर प्रभु ये कह रहा है कि सिर्फ उतना ही नहीं करना, उसके साथ साथ हमें खुद को इस संसार से निष्कलंक रखना है। वचन के अनुसार चलते हुए, वचन पर चलते हुए अपने आप को इस दुनिया के कलंक से बचा कर रखना है। ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. നമ്മൾ ആ ഉപ്പിന്റെ ആദ്യത്തെ ഗുണമാണ് കേട്ടത്, പ്രിസർവിംഗ് ക്വാളിറ്റി. കേടുകൂടാതെ സൂക്ഷിക്കുന്ന ആ ഗുണം, ചുറ്റുപാടുമുള്ളവരെ കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഗുണം, ആ അനുഭവത്തിലേക്ക് നമുക്ക് ഈ ദിവസങ്ങളെ കടന്നു വരാം. मैं अपने शब्दों को समाप्त करना चाहता हूं। इन दिनों में हम उस नमक के पहले गुण जिसके बारे में हमने सुना, उस गुण की ओर आए जो खराब होने से बचाता, हमारे आसपास के लोगों को, हमारे चारों ओर रहने वाले लोगों को सुरक्षित रखने वाला गुण, हम उस गुण की ओर इन दिनों में लौटने पाए। സഹോദര സഹോദരി, വലിയൊരു ഉത്തരവാദിത്വത്തിലേക്കാണ് സ്വർഗം നമ്മളെ വിളിച്ചിരിക്കുന്നത്. भाइयों और बहनों, परमेश्वर ने हमें एक बहुत बड़ी जिम्मेदारी के लिए बुलाया है। നമുക്ക് ആ ഉത്തരവാദിത്വത്തെ അറിഞ്ഞ് ലഭിച്ചിരിക്കുന്ന ആയുസ് വിശ്വസ്തയോടെ ജീവിച്ചു തീർക്കാം. उस जिम्मेदारी को समझते हुए जो जिंदगी प्रभु ने हमें दी है, उसे जिम्मेदारी से हम पूरा करें। കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. हम अपने सिरों को प्रभु के सामने झुकाएं। പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം കൂടെ അങ്ങയുടെ വചനത്തിന്റെ മുമ്പാകെ അടിയങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. വചനം ശുശ്രൂഷ ചെയ്യുവാൻ്റെ കൊണ്ട് അടിയങ്ങളെ സഹായിച്ചല്ലോ. അങ്ങയുടെ ദാസനെയും ഇന്ന് രാത്രി കൊണ്ടുവന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസന്റെ മേലിൽ സ്വർഗം പകർന്നിരിക്കുന്ന കൃപയ്ക്കായി, അഭിഷേകത്തിനായി, ജ്ഞാനത്തിനായിട്ട് നന്ദി പറയുന്നു. കുടുംബമായി അനുഗ്രഹിക്കണമേ, ശുശ്രൂഷകളെ മാനിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. മറ്റു ദൈവദാസന്മാർ, ദാസിമാരുണ്ട് കർത്താവെ, അവരെയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന വേലകളിൽ അവർ വർദ്ധിച്ചു വരുവാൻ കർത്താവ് കൃപ ചെയ്താട്ട് അങ്ങയുടെ ജനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ തിരുവചനമൊക്കെയും കേട്ടിട്ട് നശിച്ചു പോകുവാൻ ആരെയും സ്വർഗം കൈവിടരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസാന്തരത്തിൽ പരിശുദ്ധ വചനം കേട്ട് അനുസരിച്ച് നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരാക്കി ഞങ്ങളെയും അവരെയും ഒരുപോലെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ട് കർത്താവെ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം. हम अपनी आंखों को बंद रखेंगे, एक बार फिर से प्रार्थना करेंगे। पिता, हम आपका धन्यवाद करते हैं प्रभु, आपके पवित्र और सामर्थी वचन के लिए प्रभु जी, जो एक बार फिर से प्रभु हमारी जिंदगी में आया। हम आपका धन्यवाद करते हैं आपके दास के लिए प्रभु। आपने परमेश्वर हमारे लिए उन्हें एक आशीष का कारण बनाया, इसके लिए हम आपका धन्यवाद करते हैं प्रभु। प्रभु, आज का जो वचन हमारे जीवन में आया प्रभु जी, उस वचन के अनुसार प्रभु हम अपने परिवार के लिए, अपनी कलीसिया के लिए, अपने आसपास के समाज के लोगों के लिए प्रभु हम नमक बनने पाए प्रभु। जिस उद्देश्य से आपने हमें बुलाया प्रभु, उस उद्देश्य को पूरा करने वाले हम बनने पाए परमेश्वर। दूसरों की जिंदगी में स्वाद को घोलने वाले प्रभु, उनको बचा कर रखने वाले हम बनने पाए प्रभु। धन्यवाद करते हैं आपके सामर्थ्य वचन के लिए। अपने दास को आपने इस्तेमाल किया, धन्यवाद करते हैं।
परमेश्वर आपके दास को, उनके परिवार को, उनकी सेवकाई, नौकरी, सब कुछ हम आपके हाथों में समर्पित करते हैं। उन्हें बहुत आयत से आशीष दें और अधिक प्रभु अपने वचन के ज्ञान से, प्रकाशन से भरें, अपने सामर्थ्य से भरें और बहुतों के लिए एक बड़ी आशीष का कारण बनाए। प्रभु आज जूम में जितने लोग शामिल है प्रभु, आपके जनों को, आपके दासों दासियों को प्रभु हम आपके हाथों में समर्पित करते हैं। हम सबके लिए प्रभु ये वचन बड़ी आशीष का कारण बनने पाए, इसे हम अपनी जिंदगी में लागू करके बहुतों के लिए एक आशीष का कारण बनने पाए। सारी बातों के लिए हम आपका धन्यवाद करते हैं प्रभु, आपकी उपस्थिति के लिए धन्यवाद, पवित्र आत्मा आपकी अगुवाई के लिए धन्यवाद प्रभु। सारा आदर, सारी महिमा हम आपके नाम को समर्पित करते हुए प्रभु यीशु मसीह के नाम से मांगते हैं, आमीन। പാസ്റ്റർ ആശീർവാദം കൂടെ പറഞ്ഞു. अब पिता परमेश्वर का प्रेम, पुत्र यीशु मसीह का अनुग्रह और पवित्र आत्मा की संगति और सहभागिता हम सबके साथ प्रभु यीशु मसीह के दोबारा आगमन तक होती रहे, आमीन। आमीन।